വേനൽ കടുത്തതോടെ വന്യമൃഗങ്ങൾക്ക് അവയുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ കുടിവെള്ള സ്രോതസ് ഒരുക്കുകയാണ് വനംവകുപ്പ്. പത്തനാപുരം അമ്പനാർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ നാരങ്ങാച്ചാലിൽ കുളം സജ്ജമായതോടെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ കടക്കുന്നത് തടയാനായി. അരിക്കൊമ്പനായാലും ആനക്കൊമ്പനായാലും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. ഇവിടെയുമുണ്ട് അരിക്കൊമ്പന്മാരും ചക്കക്കൊമ്പന്മാരും എല്ലാവരും. എല്ലാത്തരം ആനകളും അതുപോലെ മറ്റ് വന്യമൃഗങ്ങളുമൊക്കെ ഈ റിസർവ് വനത്തിലുമുണ്ട്. അമ്പനാർ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിൽപ്പെട്ട നാരങ്ങാച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഉപ്പുകുഴിയിലും അതുപോലെ തന്നെ മാമ്പഴത്തറയിലുമായി 12,000-ഓളം കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ജീവനും സുരക്ഷയും ഉറപ്പാക്കാനാണ് ഇതിൽ. മാത്രമല്ല ആ വന്യജീവികളോടുള്ള ഒരു സ്നേഹം, അതിൻ്റെ ഒരു കരുതലിൻ്റെ കൂടി ഭാഗമാണ് എൻ്റെ ഈ പിന്നിൽ ഈ കാണുന്ന കുളം. ഈ നമ്മുടെ അയ്യപ്പൻ, ക്യാമറാമാൻ അയ്യപ്പദേവ് അതിപ്പോൾ കാണിച്ചു തരും ആ കുളം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാം വന്യമൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട്. വന്യമൃഗങ്ങൾ ചവിട്ടിയ പാടുകൾ നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ കാട്ടുപോത്ത്, മ്ലാവ് ഉൾപ്പെടെയുള്ള ആ വന്യമൃഗങ്ങളുടെ പാടുകളാണ്. തൊട്ടപ്പുറത്തൊക്കെ ആനപ്പിണ്ണം കിടപ്പുണ്ട്. ആന ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ്. ഈ വന്യമൃഗങ്ങളെല്ലാം ഈ ജലസ്രോതസ്സിനെയാണ് അവർ ആശ്രയിക്കുന്നത്. ഏതാണ്ട് 10x8 എന്ന വിസ്തൃതിയിലാണ് ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കുളത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുമ്പോഴായിരിക്കും അതിന് കൂടുതലൊരു ആധികാരിക വരിക. നമ്മുടെ ഇതിന് തൊട്ടടുത്ത് ഈ ഉപ്പുഴി മാമ്പഴത്തറ റോഡാണ്. അത്യാവശ്യം നല്ല ഡെൻസിറ്റിയിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ ഈ കുളം ഇവിടെ എടുക്കുന്നതിന് മുമ്പ് ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ആറ്റിലേക്കാണ് ഈ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ കുളം എടുത്തതിന് ശേഷം ഈ റോഡ് ക്രോസ് ചെയ്യുന്ന മൃഗങ്ങളുടെ എണ്ണത്തിൽ വളരെ കുറവുണ്ട്. ഇതൊരു ചതുപ്പ് പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ മൃഗങ്ങളുടെ ഒരു സ്വാഭാവിക ആവാസവ്യവസ്ഥയാണ് ഇവിടെ എല്ലാ മൃഗങ്ങളും, അത് ആനയും കാട്ടുപോത്തും അടങ്ങിയ എല്ലാ മൃഗങ്ങളും സ്ഥിരമായിട്ട് കാണപ്പെടുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റിനോടനുബന്ധിച്ച് നമ്മുടെ ആദരണീയനായ കൊല്ലം CCF കമലഹാർ സാറിൻ്റെ ഒരു പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് നമ്മുടെ റിസർവ് ഫോറസ്റ്റിനകത്തുള്ള വാട്ടർ ഹോൾസ് എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് സാറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ഒരു 4-5ഓളം വാട്ടർ ഹോൾസ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്ത് അതിനകത്ത് ഉള്ള ഒരെണ്ണമാണിത്. ഇപ്പോൾ ഇത്ര ചൂടായിട്ടും ഇവിടെ സഫീഷ്യൻ്റായിട്ട് ജലമുണ്ട്. ഇതുമൂലം ഈ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഈ മുമ്പിൽ കാണുന്നത് ആനയുടെ കാൽപാദത്തിൻ്റെ ആ ഒരു മാർക്കാണ് ഈ കാണുന്നത്. അതിൻ്റെ വിസ്തൃതി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ പ്രദേശത്തെല്ലാം ധാരാളം ആനയുടെ കാൽപ്പാടുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഈ കുളം, ഈ ജലസ്രോതസ് ഈ വന്യമൃഗങ്ങൾക്കൊരു വലിയ ആശ്വാസമാണ്. ഒപ്പം ജനവാസ മേഖലയിൽ അവിടുത്തെ ആളുകൾക്കും അതൊരു വലിയ സമാധാനവുമാണ്. നമ്മുടെ നാരങ്ങാച്ചാലിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.